Alhamdulillah, Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. Allahumma la sahla illa ma ja'altahu sahla wa anta taj'alul hasana idha shi'ta sahla. Assalamu alaikum wa rahmatullahi wa barakatuhu, my beloved sisters. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് 3-4 വർഷങ്ങളായി മിഷ്കാത്തിൽ കേറിയ കാലം തൊട്ട് എനിക്ക് റിക്വസ്റ്റഡ് ഉള്ള ഒരു വീഡിയോ ആണിത്. അന്നൊക്കെ ഞാൻ വിചാരിച്ചു എങ്ങനാ ഇത് പറയാ, അമ്മായിയമ്മനെ പറയുമ്പോ മരുമകൾക്ക് പൊള്ളും, അമ്മായിയമ്മക്ക് പൊള്ളും, മരുമകളെ പറയുമ്പോ അവൾക്ക് പൊള്ളും. രണ്ടു കൂട്ടരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ വേണമല്ലോ ഇത് സംസാരിക്കാൻ. ഇന്നലെയും കൂടെ എനിക്കൊരു റിക്വസ്റ്റ് കിട്ടിയാലും ഞാൻ വെച്ചാൽ എന്തായാലും വേണ്ടിയില്ല പറയാം. നമ്മളിൽ പലരും ആ രീതിയിലുള്ള സ്വഭാവക്കാരാണെങ്കിൽ അവർക്കൊന്ന് മാറ്റം വരുത്താമല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പം ഇത് എവിടെ തുടങ്ങണം, എപ്പോൾ തുടങ്ങണം എന്നൊക്കെ ഞാൻ ആകെ എന്താ പറയാ കൺഫ്യൂസ്ഡ് ആണ്. പറയാനുള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ ഹേർട്ട് ചെയ്യും ഐ ഡോണ്ട് നോ, എനിക്ക് അറിഞ്ഞൂടാ ആർക്കെല്ലാണ്. കാരണം ഈ തെറ്റുകൾ ചെയ്യുന്നവർക്ക് അതെന്തായാലും വിഷമായി മാറും. ബട്ട് നൗ പറയാതിരിക്കാൻ വയ്യ, എപ്പത് പറയാണ്ടിരിക്കാൻ വയ്യ. ഞാൻ വിചാരിക്കുകയാണ് അള്ളാന്റെ ഒരു തഖ്ദീറാണിത്. ഹെൻസ് നിങ്ങൾ അമ്മായിയമ്മ എന്ന സൊസൈറ്റി വേൾഡ് നന്നായാൽ സൈക്കോളജി കൗൺസിലേഴ്സിന് 5 പൈസന്റെ പണി കിട്ടൂല. 5 പൈസന്റെ പണി കിട്ടൂല. ബിക്കോസ് എല്ലാരും തന്നെ ടെൻഷനിലാണ്. ടെൻഷന്റെ കാരണം 75% ഹസ്ബൻഡും ഉമ്മയും ആണ് അല്ലെ. ഖുർആൻ തന്നെ പറയുന്നു, ഹൽ ജസാഉൽ ഇൻസാനി ഇല്ലൽ ഇഹ്സാൻ. നന്മ ചെയ്യുന്നവർക്ക് നന്മയല്ലാണ്ട് എന്താ അള്ളാഹു കൊടുക്കുക? നന്മനെ കൊടുക്കുള്ളൂ. നമ്മൾ ഈ വിഷയത്തിലൊക്കെ ഏർപ്പെട്ട് ഒരുപാട് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ള ഉമ്മമാരൊക്കെ തന്നെയും നിസ്കാരത്തിലും തസ്ബീഹിലും തഖ്ദീറിലും ഖിറാഅത്തിലുമാണ് അവർ. ഫുൾ ടൈം അങ്ങനെ. അവരുണ്ടോ വിചാരിക്കുന്നു ഈ മകളെ ദ്രോഹിച്ചിട്ട് ഈ കുട്ടി ഒന്ന് കരഞ്ഞാൽ പോലും ഒന്ന് ഒക്കത്ത് വെക്കാതെ, ഒന്ന് തൊട്ടിലാട്ടാണ്ട്, ഒന്ന് ഭക്ഷണം എടുത്ത് വായിലിട്ട് കൊടുക്കാണ്ട് ഉള്ള സമയം മുഴുവനോ ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്ന് അവര് വിചാരിക്കുന്നുണ്ടോ അല്ലേ? അത് പ്രത്യക്ഷമായ തെളിവല്ലേ. ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ. നന്മ ചെയ്തവർക്ക് നന്മ ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ ഇല്ല കിട്ടാൻ അല്ലേ? അതൊരു ആയത്തിനാണ് അല്ലേ. അപ്പൊ ഈ അമ്മായിയമ്മ എന്ന ഈ സൊസൈറ്റി വേൾഡ് ഇല്ലായിരുന്നെങ്കിൽ അല്ലെ, ഡോക്ടർ മാക്സിമം സൈക്കോളജി കൗൺസിലേഴ്സ് ഒക്കെ പണി പൊട്ടി വീട്ടിലിരിക്കണമായിരുന്നു. മേ ബി അഹ്കമുൽ ഹാക്കിമീനായ അള്ളാഹു നിങ്ങളെ മനഃപൂർവ്വം ഇത്തോതിൽ ആക്കിയതായിരിക്കാം, അള്ളാഹു ആലം. എനിക്ക് പോലും ഒരു മരുമകളെ തെരഞ്ഞിട്ടും ലോകത്തിലെ കിട്ടാതായപ്പോ ഞാൻ വിചാരിച്ചു ഇതൊരു ആഗോള വിഷയം തന്നെയാണ്. ഞാനും 2-2.5 കൊല്ലം പോലായി മാന് ഭാര്യയെ തരുന്നു, കിട്ടുന്നില്ല. പക്ഷെ ഈ ഇഷ്യൂവിന്റെ ഒക്കെ പുറകിലുള്ളത് ഇപ്പോഴുള്ളവരല്ല, കഴിഞ്ഞ ജനറേഷൻ അമ്മായിയമ്മമാർ മരുമക്കൾക്ക് നൽകിയ ഓഫറുകളാണ് ഈ ഒരു ഇപ്പോഴത്തെ ഈ എന്താ പറയാ പെണ്ണ് കിട്ടായ്മയ്ക്ക് പ്രധാന സോഴ്സ് അല്ലെ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും തലകുലുക്കി സമ്മതിക്കുന്ന കാര്യമാണ് അല്ലെ. ലോകത്തിൽ ഫലസ്തീൻ പ്രശ്നം കഴിഞ്ഞ സെക്കൻഡ് പ്രോബ്ലം സെർച്ചിങ് ഫോർ ബ്രൈഡ് അല്ലെ. രണ്ടാമത്തെ പ്രോബ്ലം ഇപ്പൊ എന്താ? അതിപ്പം നെതന്യാഹു എന്നെ വിചാരിക്കണം അല്ലെ. അള്ളാഹു അത് നിർത്താനുള്ളൊരു കതിർ കൊടുത്താനും നിർത്താണ്ട് നിവർത്തില്ല, അത് അങ്ങനെ വിടാം. പക്ഷെ ഇത് ഈ ലോകത്തിലെ പെൺകുട്ടികളെല്ലാം ഈ രീതിയിലായി മാറിയതിന് വലിയൊരു ശതമാനം, ഒരു 75% തന്നെ റിസ്ക് ആരുടെ കയ്യിലാണ്? ഈ അമ്മായിയമ്മമാരുടെ കയ്യിലാണ് അല്ലെ. ഈ ഫുട്ബോൾ കോർട്ടിൽ പന്ത് അങ്ങോട്ടടിക്കും ഇങ്ങോട്ടടിക്കും, പാവം നമ്മുടെ ആൺമക്കളാണ് ഇതിന് ബലിയാടാകുന്നത് അല്ലെ. ഭാര്യ അവിടുന്ന് ഒരു ചവിട്ട് കൊടുക്കുമ്പോൾ അയാൾ ഇങ്ങോട്ട് വരും, ഇവിടുന്ന് ഒരു ചവിട്ട് കൊടുക്കുമ്പോൾ അങ്ങോട്ട് പോകും. എവിടെ നിൽക്കണം എന്താക്കണം എന്നുള്ള ഒരു ഗോൾ കീപ്പർ റോളാണ് നമ്മളെ ആൺകുട്ടികൾ ഈ വിഷയത്തിൽ നിർവഹിക്കുന്നത്. ഈ അടുത്ത ദിവസം എന്നെ കാണാൻ വന്ന, ഞാൻ നാടിനെ പറയുന്നില്ല, നാടിനെ പറയുമ്പോൾ പലർക്കും വിഷമാവും, അതുകൊണ്ട് നാട്ടിനെ പറയുന്നില്ല. ഒരു അമ്മായിമ്മയും മരുമകളും വന്ന് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയിൽ അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു. ഉപ്പയോ ഇക്കോലത്തിൽ സ്ട്രോക്ക് വന്ന് സൈഡായി, ഇനി നിങ്ങൾ ഈ 30-40 വയസ്സായിട്ടുള്ള ഒരു മോനെ ഇവനെയും കൂടെ അറ്റാക്കിനുള്ള പുറപ്പാടാണോ നിങ്ങൾ രണ്ടാളും കൂടി ചോദിച്ച് ഓലോട്. അപ്പൊ അയ്മ പറയുന്നു, ഓ ഞാൻ നല്ലതാണ്, ഓളും പറയുന്നു ഞാനും നല്ലതാ. അപ്പൊ ആരാ വടക്ക്, ഞാനോ അല്ലെ? ഇതാണ് വിഷയം. അപ്പൊ നമ്മളെ പരസ്പരം മനസ്സിലാക്കാതെ പെരുമാറുന്നത് കൊണ്ടുള്ള വലിയ പ്രോബ്ലംസ്, ഇഷ്യൂസ് ആണ് ഇപ്പൊ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ ICUയിലായ സ്ഥിതിക്കാണ് ഇത്
എന്ത് ഈ മരുമക്കളെ പീഡനങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അത് പറയാണ്ട് വയ്യ അല്ലെ. സോ ബിലവഡ് മദർ ഇൻ ലോസ്, പ്രിയപ്പെട്ട അമ്മായിയമ്മമാരെ, നിങ്ങൾ ഇനിയെങ്കിലും നന്നായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യം കട്ടപ്പുകയായിരിക്കും അല്ലെ. അവരൊരു സന്യാസിയോ എന്തെങ്കിലും ആയിട്ട് ഹിറാ ഗുഹയിലൊക്കെ പോയി ഇരിക്കണം, ഇരുന്നിട്ടും കാര്യമില്ല. ഇനി വഹി ഇറങ്ങാനും ഖുർആൻ ഇറങ്ങാനും ഒന്നും ഇല്ല. ഖാത്തിമുൻ നബി വന്ന് കഴിഞ്ഞു അല്ലെ. 10, 30, 35 വയസ്സായിട്ട് പോലും നല്ല ചുറുചുറുക്കുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള സാമ്പത്തിക ശേഷിയുള്ള എല്ലാ പൈസയുള്ളവർക്ക് പോലും കിട്ടുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു സമൂഹത്തിലെ ഏകദേശം ഒരു താഴേക്കിടയിലുള്ള ആളുകൾക്കിടയിലാണ് പ്രപ്പോസൽ നടക്കുന്നത്. പണക്കാർക്കിടയിൽ തീരെ ബന്ധങ്ങൾ വരുന്നില്ല അല്ലെ. നമ്മുടെ ആണുങ്ങൾക്ക് നമ്മൾ നമ്മളെ ആൺകുട്ടിയൊക്കെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കും, പുഡിങ് ഉണ്ടാക്കി കൊടുക്കും, ഡ്രസ്സ് അലക്കി കൊടുക്കും, അവനെ തമാശ പറഞ്ഞ് ചിരിച്ചിരുത്തും അല്ലെ. ഈ അമ്മായിയമ്മയും നാത്തൂനും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു ബേസിക് നീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആവശ്യം ആണിനും പെണ്ണിനും അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. അത് നിങ്ങൾക്കറിയാം. അത് ആ മരുമകൾക്ക് മാത്രമേ ഈ മകന് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഉമ്മയും പെങ്ങളും എത്ര തമാശ പറഞ്ഞിട്ടും എത്ര കൊഞ്ചിച്ചിരുത്തിയിട്ടും നല്ല ടേസ്റ്റുള്ള RKG ഇട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടും ഒന്നും കാര്യമില്ല. ഓന്റെ ലൈഫിൽ ഒരു പേർപ്പസ് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് മരുമകൾ തന്നെ വരണം അല്ലെ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാ ഉമ്മമാരെയും കുറ്റപ്പെടുത്തല്ല കേട്ടോ. ഞാനിപ്പോ ഈ അടുത്ത ദിവസം ഒരു വീട്ടിൽ പോയപ്പം ആ വീട്ടില് മരുമകൾ ഒരു ഷോൾ അന്വേഷിച്ച് വന്നത്. അപ്പൊ ഉണ്ടായ ഉമ്മ ഏതോ അലമാരി തുറന്നിട്ടായി ആ ഷോൾ എടുക്കാൻ പോലും ഉമ്മ സമ്മതിക്കുന്നില്ല. അത്രയ്ക്ക് മരുമകളെ സ്നേഹിക്കുന്ന ഒരു അമ്മായിമ്മ. ഞാൻ മൂക്കത്ത് വിരല് വെച്ചുപോയി. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്, ഇത്തരക്കാരും ഒരുപാടുണ്ടെന്ന് വേണം പറയാൻ. ഇതുപോലെ എൻ്റെ മറ്റൊരു സുഹൃത്ത് വായി തുറന്ന മരുമകളെ പേരേ പറയുള്ളൂ. ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല, പറഞ്ഞാൽ പലർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അല്ലേ, അങ്ങനെ മരുമകള് എന്നും പറഞ്ഞ് വീണ് മരിക്കുക. സ്വന്തം മകന്റെ പേര് ആ സ്ത്രീ അത്രമാത്രം പ്രാവശ്യം പറഞ്ഞ് കാണില്ല. ഖുർആനും ക്ലാസ്സും പഠിപ്പ് അതിന്റെ എല്ലായിടയിൽ കൂടെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കല്, കുളിപ്പിക്കല്, മുടിവാരല്, ഇതാക്കല്, ഇങ്ങനെ അങ്ങനെ അത്രയും നല്ല പെർഫെക്റ്റിന്റെ അപ്പുറം ആയിട്ടുള്ള നല്ല നല്ല സ്ത്രീകളും ഉണ്ട്. പക്ഷെ അവരെ പോലെയുള്ളവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണെന്നാണ് ഞാൻ ഗസ് ചെയ്യുന്നത്. അള്ളാഹു ആലം, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മായിമ്മമാരോടോ മരുമക്കളോടോ യാതൊരു വിരോധവും ഇല്ല. രണ്ടും എന്റെ ബാക്കിയൊക്കെ തന്നെ ആയിരിക്കും പറഞ്ഞു വന്നാൽ ചിലപ്പോ അല്ലെ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയാം, നിങ്ങൾ ഈ കുട്ടികളെ അവര് ജീവിക്കാൻ തുടങ്ങും. നമ്മളൊന്നും മാതിരി SLC കല്യാണം കഴിഞ്ഞ് പുതിയാപ്പളുടെ വീട്ടിൽ വരികയല്ല. ഒരു 10, 23 വയസ്സായിട്ടാ വരുന്നത്. അത്യാവശ്യം വിവരവും തൻ്റെ ഇടം പഠിപ്പും എല്ലാ ടെക്നിക്കും പയറ്റിയിട്ടാണ് അവര് വരുന്നത് അല്ലെ. അപ്പൊ ഈ അവര് വരുന്നത്, ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുന്നത് ജീവിക്കാനും ജീവിതം ആസ്വദിക്കാനാണ്. അപ്പൊ നമ്മൾ ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന ആ ഒരു രാക്ഷസിയായിട്ട് മാറിയിട്ട് അവിടെ അതിനൊന്നും ഒരു തടസ്സം സൃഷ്ടിക്കരുത് എന്ന് എനിക്ക് ഒരൊറ്റ അപേക്ഷയേ ഉള്ളൂ. അപ്പൊ ഇത് കേൾക്കുമ്പോ മരക്കളൊക്കെ വിചാരിക്കോ ഞങ്ങളൊക്കെ ഫുൾ പെർഫെക്റ്റാ, ഞമ്മക്കൊന്നും പറയാനില്ല. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്കുള്ള വെടിയുണ്ട്, അതിന്റെ വെടിയായിട്ടാ വരുന്നത്. കാരണം ഒരു വശം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ 2 വശവും കേട്ടിട്ട് 2 വശം സമന്വയിപ്പിക്കലാണല്ലോ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെടിയും പുകയായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുന്നതായിരിക്കും അല്ലെ. അപ്പം ഒരു ബേസിക് നീഡ് ഉണ്ട് ഒരു പുരുഷന്, ഒരു ആൺകുട്ടിക്ക്. നമുക്കൊരു മോനുണ്ടെങ്കിൽ അവനൊരു ബേസിക് നീഡ്, അത് ഒരു മരുമകൾക്ക് മാത്രമേ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ചിലർ പറയുന്നൊക്കെ 3, 4 കുട്ടികളൊക്കെ അവിടെ ഒഴിവാക്കിക്കോളാം, ഞാൻ നോക്കിക്കോളാം അല്ലേ. ആർക്കും ആരെ മക്കളെ സിൻസിയർ ആയിട്ട് നോക്കാൻ കഴിയൂല. ചിലപ്പോ ഞാൻ 10 പ്രസവിച്ചാൽ ഞാൻ 10 നോക്കും അല്ലെ. ആരെങ്കിലും ചോദിച്ചാ പറയില്ല, തരൂല. ഈ 10 പ്ലേറ്റിന്റെ അടി നക്കിയ എന്റെ ജീവിതം കഴിയും, ഞാൻ ഒറ്റൊന്നിനും തരില്ല. പക്ഷെ ഏതെങ്കിലും ഒരു ആങ്ങളുടെ അനിയത്തിന്റെ ഏതെങ്കിലും ഒരു കുട്ടി നമ്മളെ വീട്ടിലുണ്ട്, നമുക്കതൊരു എന്തോ ഒരു അസ്വസ്ഥത. ഓന് അത് കൊടുത്തില്ല, ഇത് കൊടുത്തില്ല. നമ്മളെ കുട്ടികളെ പോലെ നമുക്കങ്ങ് കൂളായിട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അതെനിക്കുള്ള ഇതാണോന്ന് അറിയില്ല, മറ്റു പലർക്കും പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ തന്നെ ആണുണ്ട്. കാരണം ആ കുട്ടീനെ ഓന് അത് കൊടുക്കണല്ലോ, ഇത് നമ്മളെ കുട്ടികളാണ്, കൊടുത്തോലോ കൊടുത്തില്ലോലോ ആരും പ്രശ്നമില്ല അല്ലെ, ആ രീതിയിൽ. അപ്പൊ അങ്ങനെ ആകുമ്പോ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമ്മളെ ആൺകുട്ടികൾ ഇപ്പൊ 2, 3 പ്രസവിച്ചിട്ട് പോലും ഡിവോഴ്സ് വാങ്ങി കുട്ടികളെ കൊടുത്താന്ന് പറയുന്ന വീട്ടുകാരും ഉണ്ട്. ഒരിക്കലും ഉമ്മക്ക് സമം ഉമ്മ മാത്രം അല്ലെ. 10 ഉമ്മ ചമഞ്ഞ് വന്നാലും പെറ്റമ്മയ്ക്ക് ഒക്കൂലെന്ന് എത്ര ചൊല്ല് വളരെ കുഞ്ഞുനാളിലേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചൊല്ല അല്ലെ. നമ്മക്കൊക്കെ നമ്മളെ ഉമ്മനോട് ഇഷ്ടമുണ്ട് ഇപ്പോഴും അല്ലെ. ആ ചൊല്ലൊക്കെ പഠിപ്പിച്ചത് കൊണ്ടായിരിക്കാം അല്ലെ. ഒരു ഗോദ്രേജിന്റെ ഷെൽഫ് ഇട്ട് പൂട്ടി അല്ലെ. ആ ഗോദ്രേജിന്റെ
ഫ്രിഡ്ജിന്റെ ഷെൽഫിന്റെ പൂട്ട് അവരുടെ കയ്യിലാണ്. നമ്മുടെ ആൺകുട്ടികൾക്ക് വേണ്ട അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു താക്കോലുണ്ട്, അത് കൊടുത്തിട്ടുള്ള മരുമകളെ കയ്യിലാണ്. അത് അവൾക്ക് മാത്രമേ അവനത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ മകനൊരു ഭാര്യ വേണം. ഭാര്യ മാത്രം പോരാ, അവനൊരു സമാധാനമായ ജീവിതം വേണം അല്ലെ. നമ്മളായിട്ട് നമ്മുടെ ആൺകുട്ടികളുടെ മാത്രം ജീവിതം എന്തിനു കുട്ടിച്ചോറാക്കുന്നു? ഇത് എല്ലാരോടും അല്ലട്ടോ ചോദ്യം, എല്ലാരോടും അല്ലട്ടോ ചോദ്യം. ഒരിക്കലും എല്ലാരോടും ഞാൻ ചോദിക്കുകയില്ല, കാരണം ഒരുപാട് നല്ല സ്ത്രീകളുണ്ട് അല്ലെ. നമ്മൾ ആൺകുട്ടികളെ, എന്റെ മോളെ ഹസ്ബൻഡ് അവളെ ലണ്ടനിൽ കൊണ്ടുപോയാ പറയും നല്ല പിയാപ്പിളട്ടോ, എന്തൊരു നല്ലതാ, അവളിപ്പോ കുട്ടികളൊക്കെ ലണ്ടനിലാണ്, ഇനിയിപ്പനൊക്കെ വിളിക്കുന്നുണ്ട് എന്നറിയും അല്ലെ. അതേസമയം മകന്റെ ഭാര്യനെ ഒന്ന് വിസിറ്റിങ് കൊണ്ടുപോകാൻ പുറപ്പെട്ടാലോ, ഞാനും പെങ്ങളെ കുട്ടികളൊക്കെ ഉണ്ട് എന്നറിയും. എനിക്കറിയാം ഒരു ഫാമിലിയിൽ അടുത്ത് എന്റെ മോള് പറയുന്ന കേട്ടാണ് അവളെ ഫ്രണ്ട്. വീട്ടിൽ നിന്ന് ഒരു സൗകര്യവും ഇല്ലല്ലോ, വീട്ടിൽ നിന്ന് പണിയോട് പണിയുള്ള മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് മുറിച്ച് ബോക്സിലാക്കി നാത്തൂന് കൊടുത്തയക്കണം. അതൊക്കെ ഇവിടെ തന്നെയാണോ പണി ചെയ്യും കുട്ടി. എന്നിട്ട് അവസാനം ഗൾഫിലാണ് പുതിയാപ്പിള. അപ്പൊ അവളൊന്ന് കൊണ്ടുപോവാ, അവളിങ്ങനെ പറയുന്ന എല്ലാരും പോണല്ലോ. അപ്പോഴും ഇവളെ കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോ ഉമ്മേ ബാപ്പേ നാത്തൂനും നാത്തൂന്റെ കുട്ടികളും ഇപ്പോഴത്തെ ടിക്കറ്റിന്റെ ഫെയർ അല്ലേ അല്ലെ, അങ്ങനെ എല്ലാരും കൂടെ കമ്പനി ആയിട്ട് പോയി. അവിടെയും അവൾക്ക് ഒരു ആസ്വാദ്യകരമായ ജീവിതം കൊടുത്തില്ല, ഇവിടെയും കൊടുത്തില്ല. ഇങ്ങനെയും ഒട്ടനവധി അമ്മായിയമ്മമാരുണ്ട്. ഈ കേൾക്കുന്ന നിങ്ങളാരും അത്തരക്കാരായിരിക്കില്ലായിരിക്കാം മേ ബി. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട. ഈ കഴിഞ്ഞ ആഴ്ചയും കൂടി ഈ ഒരു വിഷയമായിട്ട് ഒരു കൗൺസിലിംഗ് കേസ് വന്നതാ. അപ്പൊ ഇതൊന്നും തീർന്നിട്ടില്ല. നമ്മൾ വിചാരിക്കണോ അമ്മായിമാരൊക്കെ നന്നായി പോയി, പക്ഷെ നന്നായിട്ടൊന്നുമില്ല. കുറേ ആൾക്കാർ ഇപ്പോഴും ആ ചീഞ്ഞ കൊട്ട തലയിൽ കെറ്റി നടക്കുന്നതാണ്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അല്ലെ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാർത്ത, ലോകത്തിലേക്ക് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഒരു മകൾക്ക് അമ്മായിയമ്മയ്ക്ക് മകൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാ അല്ലെ. ഒരു മരുമകൾ പറയാണ് എന്റെ അമ്മായിയമ്മ നല്ലതാന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നബിന്റെ അടുത്ത് ഏറ്റവും വാല്യുബിൾ ആയിരിക്കും. കാരണം ആ സ്ത്രീ അത്രക്ക് പെർഫെക്റ്റ് ആയെങ്കിലേ അവള് പറയൂ. പക്ഷെ ഉമ്മക്കാണെങ്കിൽ നമ്മൾ കള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കി കൊടുക്കും അല്ലെ, ഉമ്മക്കാണെങ്കിൽ കള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കും. പക്ഷെ മരുമകൾ അമ്മായിക്ക് കൊടുക്കണമെങ്കിൽ അത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ ആവണം അല്ലെ. ഇപ്പൊ കണ്ടില്ലേ, ഒരു നല്ല ദീനുള്ള ഭാര്യയും മക്കളും ഒക്കെ ഇരുന്ന് ഖുർആനോദേ അല്ലെ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്യൊക്കെ ചെയ്യുന്ന, എന്തൊരു സമാധാനം, എന്തൊരു സന്തോഷം. ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ വീട്. നമ്മളെ വീട് ഇങ്ങനെ ആവാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അമ്മായിയമ്മ തന്നെയാണ്, മെയിൻ പോർഷൻ. ചെറിയ ശതമാനം മരുമക്കൾ ഉണ്ടെങ്കിൽ അവരെ നമുക്കൊന്ന് ക്രോസ് ചെയ്യാം അല്ലെ. അവരെ ഒന്ന് വെറുതെ വിട്ടാൻ പറ്റൂല. അവരിലുള്ള ഒരുപാട് നെഗറ്റീവ്സിനെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് പ്രായം എത്തിയിട്ടില്ലാലോ അല്ലെ. പിന്നെ നല്ല അമ്മായിയമ്മാവാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറയാം അല്ലെ. അതോടൊപ്പം മറ്റൊരു സീക്രറ്റ് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെ. അതായത് ചൊറിയുന്ന അമ്മായിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ചൊറിച്ചിൽ എങ്ങനെ മാറ്റാം എന്നുള്ള സിമ്പിൾ ടെക്നിക്സ് ഇൻഷാ അല്ലാഹ് അത് ക്ലാസ്സിലല്ല, അത് മരുമകൾക്ക് കൊടുക്കുന്ന ക്ലാസ്സിൽ പറയാം അല്ലെ. ചിലര് പുറത്തൊക്കെ ഭയങ്കര നല്ലതായിരിക്കുമല്ലോ, MGMന്റെ പ്രസിഡന്റ് ആയിരിക്കൂ, അവിടെ പോയി ക്ലാസ് എടുക്കൂ, ഇവിടെ സദക്ക കൊടുക്കൂ, ആൾക്കാരുടെ ഇടയിലൊക്കെ ഭയങ്കര നല്ല താത്തായിരിക്കും അല്ലെ. മരുമകളെയും മോന്റെ അടുത്ത് ഇത്രയും മോശം ഉണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് ആ ടൈപ്പും കുറെ ഉണ്ട്. അപ്പം അങ്ങനെ വരുന്ന ചൊറിഞ്ഞ് മരക്കളെ ബുദ്ധിമുട്ടിക്കുന്ന അമ്മായിയമ്മമാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒറ്റമൂലിയും അതിന് പറ്റിയ റെമഡീസ് ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കില്ലേ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. പിന്നെ വബില്ലാഹി തൗഫീഖ്, അള്ളാഹു ആരോഗ്യം ആയുസ്സൊക്കെ തന്നെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. പിന്നെ അമ്മായിയമ്മമാര് നന്നാവാനുള്ള ചില ടെക്നിക്സ് ആണ് പറയുന്നത്. ഓൾറെഡി നമ്മുടെ അമ്മായിയമ്മമാരുടെ പേര് മോശമായി കഴിഞ്ഞു അല്ലെ. നിങ്ങളുടെ സ്ഥാനം ജൂതന്മാരെ ലെവലിലേക്ക് താണു പോയിരിക്കുന്നു. അത്രയ്ക്ക് മോശം, നല്ലവര് പോലും ഈ ലിസ്റ്റിൽ പെടുക പോലെ. അമ്മായിയമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നല്ല ആൾക്കാർ പോലും ഈ ലിസ്റ്റിലായിപ്പോയി. സോറി, ക്ഷമിക്കണം അല്ലെ. ഇത് ഒരുപാട് നല്ലവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എന്റെ 2 സുഹൃത്തുക്കളെ കഥ. അത്രയും നല്ല ആൾക്കാരും ഉണ്ട്, പക്ഷെ എന്നാലും മോശക്കാരാണ് നാട് മുഴുവൻ പറയിപ്പിക്കുന്നതെന്ന് വേണം പറയാൻ അല്ലെ.
ഐ ആം നോട്ട് അഗെയിൻസ്റ്റ് എനിബഡി. ഞാൻ ആർക്കും എതിരല്ല. അമ്മായിമ്മനെ എതിർക്കാനുമില്ല, മരുമോളെ അനുകൂലിക്കാനുമില്ല. തെറ്റ് കണ്ടാൽ അതൊന്ന് ചൂണ്ടിക്കാണിച്ച് സമൂഹത്തിന്റെ അതിന്റെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, അമ്മായിമ്മ എന്ന് പറയുന്ന ആള് 24 മണിക്കൂറും നിസ്കാരത്തിലായിരിക്കും. കുട്ടികൾ മദ്രസയിൽ പോകുമ്പോൾ ഒന്നൊരു കാലിച്ചായ ഉണ്ടാക്കി കൊടുക്കാനോ ഒന്ന് മുടി കെട്ടി കൊടുക്കാനോ അങ്ങനത്തെ യാതൊരു ഡിപ്പാർട്ട്മെന്റും കഴിയൂല. അപ്പോഴും അവര് നിസ്കാരം. ആരാ പറഞ്ഞത് ഇങ്ങനെ മരുമക്കളെ വീട്ടില് ഒരുപാട് പണികളും ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോ നിസ്കരിച്ച ആ കൂലി കിട്ടൂന്നില്ലേ? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാ വിഭാഗത്തിലും വെറും നിസ്കരിച്ചിരിക്കാനല്ല പറഞ്ഞിട്ടില്ല, വെറും നോമ്പ് നോൽക്കാനല്ല പറഞ്ഞിട്ടില്ല, ഭാര്യമാരേന്ന് വീണ് മരിച്ചിട്ട് ഉമ്മമാരെ പെങ്ങന്മാരെ തള്ളി പറയാനല്ല പറഞ്ഞിട്ടില്ല, അല്ലെ? വെറും സോഷ്യലൈസ് ആയിട്ട് നിസ്കാരം ഇല്ലാണ്ടായി പോരുതെന്ന് പറഞ്ഞിട്ടില്ല, വെറും ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, വെറും ഉംറ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ടോട്ടലി ആകെ മൊത്തം ടോട്ടൽ ഒരു ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാത്തിലും ക്വാളിഫൈഡ് ആയിരിക്കണം. എല്ലാ ജാതിയിലും നമുക്ക് കഴിയാവുന്നത്ര എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നവരെ ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ട് പറയാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പം ഐ ആം നോട്ട് അഗെയിൻസ്റ്റ് എവരിബഡി. എനിബഡി ആരെയും എതിർത്ത് നിൽക്കാനും ആരെയും കുറ്റം പറയാനും അല്ല ഞാനിത് പറയുന്നത്. എനിക്ക് കിട്ടിയ ഓരോ റിക്വസ്റ്റ് അനുസരിച്ച് ഒന്ന് പറയോ എന്ന് കുറേ കുട്ടികളെ ചോദ്യങ്ങൾ വന്നത് കൊണ്ടാണ് ഞാൻ ഇപ്രകാരം പറയുന്നത്. ഇൻഷാ അല്ലാഹ്. പിന്നെ ബോത്ത് ഓഫ് ദം ആർ പ്രോബ്ലം മേക്കേഴ്സ്, അല്ലെ? രണ്ടു പേരും എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലം ഉണ്ടാക്കുന്നവരാണ്. ചിലപ്പം മരുമകളായിരിക്കാം, ചിലപ്പം ഭർത്താവായിരിക്കാം, ചിലപ്പം ഉമ്മയായിരിക്കാം. ഞാനിത് പറയുമ്പോൾ കോഴിക്കോട്, കുറ്റിച്ചിറ, തെക്കേപ്പുറം, കണ്ണൂർ, തലശ്ശേരിക്കാര് ഈ വിഷയം കേൾക്കുമ്പോൾ അവർക്കൊക്കെ ഒരു പുച്ഛമാണ്. ബിക്കോസ് അവരുടെ ഭർത്താക്കന്മാർ അച്ചി വീട്ടിൽ പരമസുഖം അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. അവിടെ ഒരു അടിപിടിയും ഇല്ല, കച്ചറയില്ല, ഒരു പ്രശ്നങ്ങളും കേൾക്കൂല. ബട്ട് അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഉമ്മയുടെ തലയിലാണ് എല്ലാ ഭാരവും, അല്ലെ? അവിടെ ഉമ്മയൊക്കെയാണ് തലവേദന. ഇവിടെ അമ്മായിമ്മ പ്രശ്നക്കാരിയാകുമ്പോൾ മരുമകള് തലവേദന എടുക്കുന്നു. അതേസമയം ഉമ്മയാണ്. അതായത് ഒരു 4-5 പെൺകുട്ടികൾ വീട്ടിൽ അതിന്റെ മക്കളും ആ പുതിയാപ്പിളമാരും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ വീട് ഭരിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഒരിക്കലും മാഹിയിലുള്ള ഒരു സ്ത്രീയായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോ തഹജ്ജുദിനെ കുറിച്ച് സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞില്ല, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാം. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് എണീറ്റ് നിസ്കരിക്കാത്ത? അതെനിക്ക് 3-4 പുതിയാപ്പിളമാരും അതിന്റെ ഒക്കെ കൂട്ടത്തിലെ മക്കളും ഉണ്ട്, ഭർത്താവ് മരിച്ചുപോയി, ഇവരൊക്കെ തിന്ന് കിടന്നെങ്കിലേ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റൂ. ഞാൻ ചോദിച്ചു, സുബ്ഹാനല്ലാ, എന്താണ് ഉമ്മ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്കൊരു ചപ്പാത്തി ലേശം പച്ചക്കറിന്റെ കറിയും കൂട്ടി 8 മണിക്ക് ഏശയും നിസ്കരിച്ച് ഉറങ്ങുന്നതിന് എന്താണ് തടസ്സം? അപ്പൊ അങ്ങനെ ആവൂല. കുട്ടികളൊക്കെ കൂടെ കിടക്കാനുണ്ടാവും, പെൺകുട്ടികളെ കൂടെ മക്കൾക്ക് കിടക്കാൻ പറ്റൂല. അപ്പൊ വല്യമ്മന്റെ കൂടെ വന്ന് കിടക്കും. അപ്പോൾ ലൈറ്റ് ഇടും, ഫാൻ ഓഫ് ആക്കും. പിന്നെ രാത്രിയിലെ പാത്രം അയിമയ്ക്കും കഴുകൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം നമ്മളിപ്പം അമ്മായിമ്മന്റെ കൂടെ നിൽക്കുമ്പോ മരുമകൾക്ക് പ്രശ്നം പറയും പോലെ തന്നെ ഈ വിഷയത്തിൽ പിന്നെ അല്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ പെൺകുട്ടികളെ വീട്ടിൽ നിർത്തുന്ന ഉമ്മമാര് ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് കാണാം. പക്ഷെ അവരിത് ഭർത്താക്കന്റെ വീട്ടിലെ ഫിത്തനകൾ പുറത്തു പറയും പോലെ ഇത് അത്ര പെട്ടെന്ന് പറയൂലെന്ന് മാത്രം. ഇത് 2 വർഷവും നേരിട്ട് അനുഭവിച്ച ആളായത് കൊണ്ടാണ് ഞാൻ ഇത്ര പറയുന്നത്. അങ്ങനെ അപ്പൊ മറ്റ് ഒരു കാര്യം എന്താ വെച്ചാൽ കെട്ടിച്ചയക്കുന്ന വീട്ടില് പെൺകുട്ടികൾക്കാണ് ഒരുപാട് വിഷമം. അതേസമയം നിർത്തുമ്പോൾ അമ്മായിയമ്മമാര് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇതുപോലെ 2-3 പെൺകുട്ടികളും അതിന്റെ ഒപ്പം ഒരു മോന്റെ ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാന് ചെലവ് 2 അറ്റം കൂട്ടി മുട്ടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. വിദ്യാപ്പിളമാര് 4 ആ റൂമിൽ AC ഇട്ട് ഒരിക്കൽ ലീവുള്ള ദിവസം AC, വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ ഫുൾ AC ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ബില്ലൊക്കെ അമ്മായിയമ്മന്റെ തലയിലാ വരിക, അല്ലെ? അതൊക്കെ സ്വകാര്യ രഹസ്യങ്ങളാണെന്ന് മാത്രം. അതൊന്നും ആരും പറയൂല. അങ്ങനെ എനിക്ക് പലപ്പോഴും മനസ്സിലാകാത്തൊരു സൈക്കോളജി ഉണ്ട്, അല്ലെ? അതായത് നേരത്തെ കാലത്ത് 100-150 പിന്നെ പവനും വാങ്ങി അടിപൊളി റൂമും കൊടുത്ത് പറ്റുമെങ്കിൽ ഒക്കെ വാങ്ങിപ്പോയ നമ്മളിൽ പലരും തന്റെ സ്വന്തം ഉമ്മയുടെ നോക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അല്ലെ? സാമ്പത്തികമായിട്ട് ഒട്ടനവധി ഭയങ്കര ലെവലിൽ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് 100-150 പവനും അന്നത്തെ നാട്ടിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മുന്തിയ വെൽ ഫർണിഷ്ഡ് റൂമും പറ്റുമെങ്കിൽ സ്വകാര്യമായിട്ട് ഒരു കാറും ഒക്കെ കൊടുത്തു വിട്ടാലും അവരാരെങ്കിലും ഈ ഉമ്മയെ തിരിഞ്ഞു നോക്കോ?
ഇല്ല. ഈ കെട്ടിക്കൊണ്ടുവന്ന വീട്ടിലെ മരുമകളുടെ ഡ്യൂട്ടിയാണ് അനുജന്മാരുണ്ടെങ്കിൽ നോക്കണം, പെങ്ങന്മാരുണ്ടെങ്കിൽ നോക്കണം, മദർ ഇൻലോനെ നോക്കണം, അമ്മായിയമ്മനെ നോക്കണം, അമ്മോശനെ നോക്കണം, അല്ലെ? പോരാത്ത അമ്മായിയമ്മന്റെ ഉമ്മ ഉണ്ടാവും, ചിലപ്പോ അമ്മോശന്റെ ഉമ്മ ഉണ്ടാവും, അവരെയും നോക്കണം. പിന്നെ പൊളിഞ്ഞു വീഴാറായ പഴയ വീടും കുറേ ഗസ്റ്റും, ഇതെല്ലാം കൂടെ അവളെ തലയിൽ കെട്ടിവെച്ച് ഇവരെല്ലാം എന്താകും? വിരുന്നുകാരാവും, അല്ലെ? നാത്തൂന്മാരെന്ന് പറയുന്ന സൂപ്പർവൈസേഴ്സ് വന്നിട്ട് അവര് പിന്നെ ഉപ്പക്ക് അങ്ങനെ ചെയ്തില്ലേ, ഉമ്മക്ക് ഇങ്ങനെ ചെയ്തില്ലേ എന്നും പറഞ്ഞിട്ട് പല ന്യായങ്ങളും പറഞ്ഞ് മാക്സിമം കിട്ടാനുള്ളതൊക്കെ വാങ്ങി അവര് രക്ഷപ്പെടും. എല്ലാം ഈ ആരുടെ തലയിലാണ്? മരുമകളുടെ തലയിലാണ്, അല്ലെ? ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും ഒരു ദിവസം മൂത്ത മോള്, രണ്ടാമത്തെ മോളും മൂന്നാമത്തെ അങ്ങനെ കൊണ്ടുപോയി കൂടെ? അവർക്കും ഉണ്ടാകുമല്ലോ മക്കളും കാറും, അവരൊന്നും അതിന് ഒരുങ്ങൂല. അതൊക്കെ ഈ മോനും മരുമകളും നിശബ്ദം ഏറ്റെടുക്കുന്ന. അതിന്റെ ആവശ്യമില്ല കേട്ടോ, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ ഒരു പ്രാവശ്യം അവര് കൊണ്ടുപോകുമ്പോ ഒരു പ്രാവശ്യം ഇവര് കൊണ്ടുപോകാം, മറ്റേ മോള് പിന്നെ കൊണ്ടുപോവാ. അങ്ങനെ ആകുമ്പോ സെയിം പാർട്ടിഷൻ ആയല്ലോ. മറ്റിതെല്ലാം വരെ തലയിൽ വെച്ച് കൊടുത്തിട്ട് പോകുന്നിട്ട് വന്നാ ചോദിക്കും, ഇമ്മനെ കുളിപ്പിച്ചില്ല, നമുക്ക് അത് കൊടുത്തില്ല, നമുക്ക് ഇത് കൊടുത്തില്ല, അങ്ങനെ ആക്കിയില്ല. ആ ചോദ്യമൊക്കെ കേൾക്കുമ്പോ അങ്ങനെ എന്താ പറയാ, ചെന്നിക്കുത്തുന്നറിയുന്നേക്ക അതുപോലെ, അല്ലെ? ഇവരോ ഒന്നും ചെയ്യൂല. ഇവര് വീട്ടിൽ വരുമ്പോ പിന്നാലോ ഈ സുഖമില്ലാണ്ട് കിടക്കുന്ന അമ്മക്ക് മോളോ വിയാപ്പിളേന്ന് വരുന്നെന്ന് തോന്നുമ്പോഴത്തേന് അന്നേരം എന്തൊക്കെയോ ഉണ്ടാക്കണം. ഈ കുട്ടിയും 3-4 മക്കളും ഒരേല പണിക്കാരും, ചിലപ്പോ പിന്നെ കൃഷിയിടത്തിലൊക്കെ പണി. ഇന്നലെ കഴിഞ്ഞ മുസ്ലിം ക്ലാസ്സിൽ ഒരു കുട്ടി പറഞ്ഞിട്ടിക്കണ, സോറി, ഇൻഫ്ലുവൻസർ സ്പീക്കേഴ്സിൽ പറയുന്നിട്ടിക്കണ, ഓൽക്ക് ഒരുപാട് കൃഷിയുണ്ട്, കൃഷിക്കാരൊക്കെ പണി കഴിഞ്ഞ് വരുമ്പത്തിന് കഞ്ഞിയും പൂളി, അതിന്റെ അടുക്ക് ചോറ് ചായ, അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊക്കെ തന്നെയും ആരെ തലയിലാ? മരുമകളെ തലയിലാ, അല്ലെ? എല്ലാം. ഇനിയിപ്പോ ഒരു നാത്തൂനെ ഒന്ന് വിളിച്ചെന്ന് വിചാരിച്ചോളി. വിളിച്ചാ ഓല് പറയാം, അല്ലോ മകന്റെ എൻട്രൻസ് കോച്ചിങ് ആണ്, ഓനിപ്പോ പരീക്ഷ എടുക്കാനായി, ഓൻ ഇന്നലെ വന്നിട്ട് എളുപ്പം വന്നൂടെ, അല്ലെ? മകൾ ഗൾഫിൽ നിന്ന് വരാണ്, അവളെ കണ്ടിട്ട് കുറെ കാലായി, ഓള് വരെയാണ്. അല്ലെങ്കിലോ മൂപ്പർക്ക് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക്. അപ്പോഴത്തേക്കും മാപ്പയും ഉമ്മയും വയസ്സാകുമ്പത്തിന് മൂത്ത മോളെ പുതിയാപ്പിള ഏകദേശം വയസ്സനായിട്ടുണ്ടാവും. അപ്പനോടും ഉമ്മനോടും വല്ലാത്ത പ്രായ വ്യത്യാസം മൂത്ത പുതിയാപ്പിളക്ക് ഉണ്ടാവൂലല്ലോ, അല്ലെ? അങ്ങനെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നിട്ട് സൈഡ് കൊഴിഞ്ഞിട്ടും ഉണ്ടാവും, അല്ലെ? അപ്പൊ ഓൾ അങ്ങനെ രക്ഷപ്പെട്ടു. പാവം മരുമകൻ ആരോടില്ലേ, പാവം മരുമകള് ആരോട് ചെയ്ത പാവമാണോ ആവോ, അത് പറയാൻ പറ്റൂല. 3-4 കുട്ടികളും ഒരു പഴഞ്ചൻ അടുക്കളയും എല്ലാം കൂടെ. ഒരു അടുക്കളയിൽ എത്തണമെങ്കിൽ തന്നെ സൈക്കിള് ചവിട്ടേണ്ട ഗതികേടാണ്. അത്രയും ദൂരം ഉണ്ടാവും പഴയ തറവാട്ടിലൊക്കെ പിന്നെ അടുക്കള എന്ന് പറയുന്നത്. എനിക്കറിയുന്ന ഒരു വീട്ടില് എത്രയോ 10-15-18 മക്കളുണ്ട്. ഈ ഉമ്മ പിന്നെ മക്കള് പെൺകുട്ടികളും മോന്റെ ഭാര്യമാര് പ്രസവിക്കുമ്പോഴൊക്കെ ഉമ്മയും പ്രസവിക്കും. എന്നിട്ട് ഈ മക്കളെല്ലാം മക്കളെ ഏതാ സ്വന്തം മക്കളെ ഏതാ തിരിച്ചറിയില്ല. അതേ പ്രായത്തിൽ വലിയ വീടൊക്കെ ആണ്. പക്ഷെ ഈ കുട്ടികളൊക്കെ പോറ്റേണ്ട കംപ്ലീറ്റ് ഉത്തരവാദിത്വം ആരെ തലയില? ഉമ്മക്ക് വയസ്സായി, ഉമ്മ അങ്ങനെ വെറുതെ ഇരിക്കണം. ആ കുട്ടികൾ കയറി മോടെന്ന് വെക്കും. അപ്പൊ ഉമ്മ അടുക്കളയിൽ വന്നാൽ അവർക്ക് ദേഷ്യം പിടിക്കും. എന്നിട്ട് ഈ മരുമക്കള് വേണം 10-16 മക്കളെയും അവരുടെ പുതിയാപ്പിളമാര് വരുമ്പോൾ, അവരുടെ ഡെലിവറിക്ക് ആള് നിൽക്കുമ്പോഴും, പ്രസവത്തിന്റെ കാര്യങ്ങളും എല്ലാം നോക്കാൻ. ഞാൻ വിചാരിക്കും അതൊക്കെ ഇതെന്തൊരു കാലേനു റബ്ബേ. ഇനി ആരെങ്കിലും അങ്ങനെയൊക്കെ കിട്ടുമോ, അല്ലേ? അങ്ങനെയൊക്കെ മകന്റെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഭാരവും ഓളെ തലയിൽ കിരീടമായിട്ട് വെച്ചു കൊടുത്ത് സൂപ്പറായിട്ട് മാറുന്ന അമ്മായിയമ്മമാരും നമ്മുടെ സമൂഹത്തിലുണ്ട്, അല്ലെ? ഒരു രക്ഷയില്ല, ഒന്നും പറയാൻ നിവൃത്തിയില്ല. പക്ഷെ ഇപ്പോഴായിട്ട് അവര് വട്ടും പാടൂല. ഇപ്പൊ മരുമക്കളെ തന്നെ കിട്ടാത്ത കോലത്തിലായി, അല്ലെ? പിന്നെ നല്ല അമ്മായിയമ്മ പഠിക്കേണ്ട ചില കോഴ്സുകൾ ഉണ്ട്, അല്ലെ? അമ്മായിയമ്മമാരെല്ലാരും കോഴ്സ് പഠിക്കുന്ന തിരക്കിലാണ്. അമ്മായിയമ്മകൾ പഠിക്കേണ്ട കോഴ്സ് ഉണ്ട്, അല്ലെ? ചില കോളേജുകൾ. അമ്മായിയമ്മയും മരുമകളും, അല്ലെ? അതായത് സെയിം അല്ല. മരുമകളെ ഒന്നാമത് മകളും മരുമകളും ഒരിക്കലും സെയിം അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ മകള് സ്നേഹിക്കലും മരുമകളെ അകറ്റി നിർത്തലും, ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി മരുമകളെ കൂടുതൽ സ്നേഹിക്കുക, അല്ലെ? ഞാൻ പറയുന്ന നമ്മുടെ ജീവിതത്തിന് ഏറ്റവും നല്ലൊരു സുഖകരമായ അന്തരീക്ഷം വരുന്നതിന് വേണ്ടിയിട്ട് മരുമകളെ കൂടുതൽ സ്നേഹിക്കുക. അത് ഡയലോഗിൽ മാത്രം പോരാ, ഫെയിലിലും കൽബിലും ഫിക്റിലും, അല്ലെ? എല്ലാ പ്രവർത്തനത്തിലും ഹൃദയത്തിലും ഫിക്റിലും നമ്മളെ ചിന്തകളിൽ പോലും
മരുമകൾ വേണം, മരുമകളെ കുറിച്ചായിരിക്കണം പറയുന്നതും ഇതാക്കുന്നൊക്കെ. അപ്പൊ പുറത്തുനിന്ന് ആരെയും കേറി വന്ന് അപ്പൊ ഓള് കേട്ടോലോ കേട്ടില്ലല്ലോ നമുക്ക് പറയാം ഓളിപ്പോ ഇവിടെ ഉണ്ടായിട്ടാണ് കേട്ടോ, അല്ലെ ഓളെ കുട്ടികൾ ഉണ്ടായിട്ടാണ് കേട്ടോ എന്ന് എത്ര ആളുകൾ പറയൂലേ. അതൊന്നും പറയില്ല. എപ്പോഴെങ്കിലും ഒന്ന് കേറി വരുന്ന മോള് കൊണ്ടുവന്ന ചട്ടിപ്പത്തിരിന്റെ മധുരവും ആ പുതിയാപ്പിള കൊണ്ടുവന്ന ആപ്പിളിന്റെ മധുരമാണ് ഉമ്മ പറയാ അല്ലെ. മോനും ഭാര്യ എന്ത് ചെയ്താലും ഒന്നും പറയില്ല അല്ലെ. അപ്പൊ മാൻഡറ്ററി ആയിട്ട് നമുക്ക് സച്ച് എ തോട്ട്, അങ്ങനത്തെ ഒരു ചിന്താഗതി വരണം. വർത്താനത്തിലും പ്രവൃത്തിയിലും ചിന്തയിലും ഒക്കെ മരുമകളാണ്, അവളാണ് എന്നെ സ്നേഹിക്കുന്നത്, അവളോടാണ് എനിക്ക് കൂടുതൽ സ്നേഹം വേണ്ടിയത് അല്ലെ. ബിക്കോസ് അവൾ ഉണ്ടായിട്ടാണ് എനിക്ക് നേരത്തിന് ഭക്ഷണം കിട്ടുന്നത് അല്ലെ. അവളുണ്ടായിട്ടാണ് എനിക്ക് നേരത്തിന് മരുന്ന് കിട്ടുന്നത്, വീട് പരിപാലിക്കുന്നത്. എന്നെ കാണാൻ വല്ല വിസിറ്റേഴ്സും വന്നാൽ അവളാണ് അവരെ അല്ലെ കെയർ ചെയ്യുന്നത്. ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടായി, ഉമ്മമാരുള്ള വീട്ടിൽ വിസിറ്റേഴ്സ് പോയിട്ട് പണ്ടൊരു ചൊല്ലുണ്ട്, എന്താ വറ്റിന്റെ കൈ കൊണ്ട് കോയിനാട്ടാന്നല്ലേ. അതുപോലാണ് ആ വയസ്സന്മാരുള്ള വീട്ടിൽ വിരുന്നുകാർ പോയിട്ട് ഒരു നേരം ഉണ്ടാവില്ല, എല്ലാ ബന്ധുവീട്ടിന്നും വരുമല്ലോ. അപ്പൊ അവരൊക്കെ കെയർ ചെയ്യണം, ഇതൊക്കെ ആ പാവം ചെയ്യണം അല്ലെ. എന്നാലോ അതിനൊരു അനുകമ്പ ഉണ്ടോ? അതും ഉണ്ടാവില്ല. 5-6 കൊല്ലായിട്ടുണ്ടാവും ഓളെ ആങ്ങളെയും കുട്ടികളൊക്കെ ഒന്ന് ഫാമിലി ആയിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട്. അപ്പോഴൊന്ന് പറയോ ഈ പോയിക്കോന്ന്? പോയാൽ അതുമല് ഗുലുമാലാക്കും, ഉമ്മനെ ഒറ്റക്കാക്കി പോയി. ഈ ഉമ്മയും ഉപ്പ എങ്ങനെ ഒറ്റക്കാവുക? ഇവര് പ്രസവിച്ച മക്കള് വേറെ ഇല്ലേ? അവർക്കും ഒന്ന് നോക്കിക്കൂടെ? അവരുടെയും കൂടെ ഉത്തരവാദിത്തല്ലേ? ഇത് വെറും ഇവൾക്ക് മാത്രം എങ്ങനെ? ഇത് എവിടുന്നായി ശാസ്ത്രം പഠിച്ചത്? ഇത് എവിടുന്ന് അവർക്ക് ഇത് കിട്ടിയത്? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ചരിത്രങ്ങൾ പരിശോധിച്ച് ഇവിടെ അമ്മായിയമ്മ പോര് എന്ന് പറയുന്ന ഒരു വസ്തു നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റും? ഇപ്പോഴും അറേബ്യയിലും സിറിയയിലും ഒന്നും ഇല്ല. അവരൊക്കെ മകൻ കല്യാണം കഴിച്ച അന്നേരം കഴിക്കുന്ന മുമ്പേ മാറിക്കോളണം. അതാണ് അതിന്റെ ശരിയായ സിസ്റ്റം. കാരണം ഇളയച്ചനോ നാത്തൂന്റെ ഭർത്താവോ ഒക്കെ ഉള്ള വീട്ടിലേക്ക് ഈ കുട്ടി വരുമ്പോ ഈ കുട്ടി എങ്ങനെ നടന്നാലും അവറത്താണ് വെളിവാകുന്നത്. വീട്ടിൽ നിന്ന് നടക്കുന്നതിനൊക്കെ ഒരു കണക്കില്ലേ? അത് ഇളയച്ചൻ അന്യപുരുഷനാണ്, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ അന്യപുരുഷനാണ്, നാത്തൂന്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ അന്യപുരുഷനാണല്ലേ. അവരൊക്കെ അത്രയ്ക്ക് ആ കാലഘട്ടത്തിലൊക്കെ ദീനിനെ അതിന്റെ രീതിയിൽ കൊണ്ട് നടന്നിരുന്നു അല്ലേ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമുക്ക് പിന്നെ അതൊന്നുമില്ല അല്ലെ. എല്ലാവരും അങ്ങോട്ട് കൊണ്ടുവന്ന് വീട്ടിന്റെ പൊരന്റെ താക്കോലല്ല, കിച്ചന്റെ താക്കോല് മാത്രമേ ഏൽപ്പിക്കുള്ളൂ. ഭരണത്തിന്റെ താക്കോലും പൈസന്റെ താക്കോലും ഒന്നും ആരും മരോളെ ഏൽപ്പിക്കൂല അല്ലെ. ഈ വീട്ടിന്റെ പ്രാരാബ്ധത്തിന്റെ താക്കോലാണ് അവളെ ഏൽപ്പിച്ചു കൊടുക്കുക അല്ലെ. അമ്മായി കറക്റ്റ്, ഞാൻ ശരിയല്ല പറയുന്നത്? പിന്നെ എനിക്ക് എത്ര ആൺകുട്ടികൾ ഉണ്ടെങ്കിലും അവരൊക്കെ അവരെ വാട്ടിന് പോയിട്ടുണ്ടാവും. കാറും 100 വാങ്ങിയ പെൺകുട്ടികളും പോയിട്ടുണ്ടാവും. ഓലൊന്നും ഒരു വിവരവും ഇല്ല. എന്നാലോ ഞാൻ പറഞ്ഞില്ല, ഓല എപ്പോഴെങ്കിലും ഒരു 100 ഹലുവ കൊണ്ടുവന്ന ആ ഹലുവക്ക് ഭയങ്കര മധുരായിരിക്കും അല്ലെ. ദിവസം തിന്നാൻ കൊടുത്ത മരുമകളെ അമ്മായിയമ്മ ഒരു നല്ല വാക്ക് പോലും പറയില്ല അല്ലെ. മകനോട് പറഞ്ഞു കൊടുക്കണം, മോനെ മരുമകൾ പാവമാണ്, അവൾ ഉണ്ടായിട്ടല്ലേ ഇവിടെ ഒരു ഒച്ചയും അല്ല ഒരു എന്താ പറയാ ജീവന്റെ തുടിപ്പ് ഉണ്ടാകുന്ന ആ പേരക്കുട്ടിയുടെ കളിയും ചിരിയുമല്ലേ ഈ വീടിന്റെ ജീവൻ. സോ ഞാൻ അവളെയും കൂട്ടി അവളെ ഉമ്മന്റെ വീട്ടിലേക്ക് ഒന്ന് പോ അല്ലെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അല്ലാണ്ട് നീ ഒരു ടൂറിന് പോയിക്ക മോനെ, ഞാൻ തരാം കുറച്ച് പൈസ എന്നൊക്കെ പറഞ്ഞ ആ മകനോടും മരുമകളോടും ഒരു നല്ല രീതിയിൽ ഒന്ന് പെരുമാറി നോക്കിയ ഷുവറാണ്, എനിക്കറിയാം അവര് നിങ്ങള് ഉമ്മയായിട്ട് തന്നെ അവര് സ്നേഹിച്ചു തുടങ്ങും. കാരണം നിങ്ങളെ സ്നേഹിക്കാത്തതിന്റെ വലിയൊരു കാരണം എന്താ വെച്ചാല് നിങ്ങളെ നാവ് കാര്യമില്ലായിട്ട അല്ലെ. നിങ്ങളെപ്പോഴും പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചാല് എപ്പോഴെങ്കിലും വീട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ആളുകളെ ഭാഗത്ത് നിൽക്കുക. ആ പെൺകുട്ടിയൊക്കെ നിങ്ങൾക്ക് ഗുണം പറയാനുണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മള് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നത് ആരാണോ നമ്മളെ നോക്കുന്നത് അവരോട് നല്ല രീതിയിൽ പെരുമാറാനും നല്ല സ്നേഹത്തോടെ നിൽക്കാനൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക അല്ലെ. ഇടയ്ക്കൊന്ന് മോനോട് ചോദിക്കാം, മോനെ ഉമ്മന്റെ കുട്ടിക്കൊന്ന് മോന്റെ ഭാര്യ വീട്ടിൽ പോണ്ടേ, ഒന്ന് കുറച്ച് അവിടെ ഒന്ന് പോയി 2 ദിവസം പാർത്തിട്ട് പോര്. ഈ എത്ര ആയി നിന്റെ ഭാര്യ വീട്ടിലൊന്ന് പോയിട്ട്? ഭാര്യ വീട്ടിൽ പോയാൽ ഏത് ഗതികെട്ട വീട്ടുകാരാണെങ്കിലും ഒരു കോയിനെ അരച്ച് നെയ്ച്ചോറ് വെക്കാണ്ട് പിയാപ്പിണ്ണ സൽക്കരിക്കൂല അല്ലെ. അപ്പൊ അവിടെ അവനൊരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഒന്ന് അധികം കിട്ടും. അങ്ങനെ ഒന്ന് വിട്ടൂടെ. പക്ഷെ അതിന് പോലും സമ്മതിക്കാണ്ട് ഒരു ദിവസം ഒന്ന് ഭാര്യ വീട്ടിൽ പോയാൽ, അല്ലെങ്കിൽ അവൾക്ക് പരീക്ഷ ഉണ്ടായിട്ട് അവളെ സ്വന്തം വീട്ടിലൊന്ന് പോയി നിന്നാൽ അതൊക്കെ ഇഷ്യാക്കുന്ന എത്രയോ ആളുകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയേണ്ടത് അല്ലെ. സാധാരണ
പറയലെന്താണ്, എന്റെ മോളെ പിയാപ്പിള ലണ്ടനിലാണ്, ഓളെ കുട്ടികളെയൊക്കെ പോയി, എന്റെ മോൻ ഖത്തറിലാണ് അല്ലെ, പക്ഷെ അവന്റെ ഭാര്യനെ അവനൊരു വിസിറ്റിംഗ് കൊണ്ടാനും കൂടിയുള്ള അനുമതി നിങ്ങൾ കൊടുക്കൂല അല്ലെ, അതിനും കൂടെ നിങ്ങൾ സമ്മതിക്കൂല അല്ലെ. അമ്മ കറക്റ്റ്, ഞാൻ പറയുന്നത് ശരിയല്ലേ? അപ്പിയാപ്പിള നല്ലതാണ്, ഏത് മോളെ പിയാപ്പിള. മോനോ, മോനിങ്ങനെ, മോനും ഒരു അമ്മായിയമ്മയുടെ പുതിയാപ്പിളയാണ്, അവർക്കും പല ആഗ്രഹങ്ങളും ആശകളും ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അമ്മ കറക്റ്റ്, ഞാൻ പറയുന്നത് ശരിയല്ലേ അല്ലേ? അതായത് ഭർത്താവ് പറഞ്ഞത് അനുസരിക്കണം, അല്ലാണ്ട് ഉമ്മന്റെ ചെൽപ്പടിക്ക് നിർത്താന്നൊന്നും പറഞ്ഞിട്ടല്ല ഒരു ഉപ്പ ആ മകളെ ഇങ്ങോട്ട് അയക്കുന്നതില്ലേ. ഒരു ഉപ്പ മകളെ അയക്കുന്നത് അവളെ ഭർത്താവിനെ സ്നേഹിക്കണം, അയാൾക്ക് ഹിദ്മത്ത് ചെയ്യണം, എന്നിട്ട് എന്റെ മകൾ സ്വർഗത്തിൽ പോകണം എന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ അല്ലേ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അപ്പം അവളുടെ ഒരു എന്താ പറയണ്ടേ, അവളുടെ ഒരു ഔദാര്യമാണ് ഈ അമ്മായിയമ്മനെ നോക്കല്, തറവാട് നോക്കല്, പിന്നെ ഉപ്പനെ നോക്കലൊക്കെ. അതല്ലാണ്ട് നിങ്ങൾ അവളുടെ മേലിൽ ഒരു ഉത്തരവാദിത്വം കെട്ടിവെക്കലല്ലത്. ഇത് എവിടുന്ന് കിട്ടിയതാ? ഇത് ആർഷ ഭാരത സംസ്കാരമാണിത്, ഹിന്ദുക്കളെ സംസ്കാരമാണ് നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത് അല്ലേ. ഒരു മകൾ വീട്ടിൽ നിൽക്കുന്ന, മരുമകൾ വീട്ടിൽ വരുന്നത് കൊണ്ട് വിരോധമില്ല, പക്ഷെ അവളെ ചൊൽപ്പടിക്ക് നിർത്തി അവരെ അനങ്ങാൻ പാടില്ല എന്ന് പറയുന്നതാണ് തെറ്റ്. അല്ലാണ്ട് അമ്മായിമ്മന്റെ കൂടെ മരുമകൾ നിന്നെന്ന് വെച്ചിട്ടൊന്നുള്ള തെറ്റൊന്നല്ല. പക്ഷെ ആ കുട്ടിക്കും സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുക. ഈ അടുത്ത ദിവസം ഒരു അമ്മായിമ്മന്റെ ആങ്ങളുടെ മോന്റെ കല്യാണം ഉണ്ടായിട്ട് ഒരു മകനും ഭാര്യയും ടൗണിൽ പോയി ലേറ്റായി. ഒരു മറ്റേ ഫാമിലികൾ കൂടിയപ്പം ചിരിച്ചും തമാശ പറഞ്ഞു. ഹോട്ടലിൽ ഫുഡ് ഉണ്ടാക്കുന്ന കഥ നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ പോയാലായിരിക്കും ഒരു പൊടി കുഴക്കുക, അല്ലെങ്കിൽ അരി അടുപ്പത്തിടുക, അത് വെന്ത് കിട്ടുന്നത് വരെ ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ടുപോയി തന്ന്, കുപ്പിയും വെള്ളവും തന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ കുറെ മണിക്കൂറുകൾ അങ്ങനെ പോകും അല്ലെ. എന്നിട്ട് ചൂടുള്ള പൊരിച്ചത് ഇങ്ങനെ കൊണ്ടുവന്ന് എന്നുള്ള നേരം തിരിച്ച് വീട്ടിലെത്തി നോക്കുമ്പോ അമ്മായിയമ്മന്റെ മുഖം കടന്നൽ കുത്തിയ പോലെ ഉണ്ട് അല്ലെ. അതാണ് നമ്മുടെ നാട്ടിന്റെ അവസ്ഥ. ഇതൊന്നും പറയാണ്ടിരുന്നൂടാ അല്ലെ. ഇതൊക്കെ ഞാനിപ്പോ പറയുന്നത് ആർക്കും കൊള്ളാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇങ്ങനെ പലതും ചെയ്തവരുണ്ടെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കിയിട്ട് മാറുക അല്ലെ. ഇതുപോലെ തന്നെ നമ്മുടെ മരുമക്കളെ സൈഡിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതും നമുക്ക് തിരുത്തേണ്ടത് തന്നെ ആണ് അല്ലെ. അതുപോലെ അമ്മായിയമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവര് അവളെ ഉപ്പ ഏത് മനുഷ്യനായിക്കൊള്ളട്ടെ, എത്രയോ പൊന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് അയക്കുമ്പോ എന്റെ മോൾക്കൊരു ജീവിതം വേണമെന്ന് വിചാരിച്ചാണ് അയക്കുന്നത്. അല്ലാണ്ട് ഉള്ള കാലം അമ്മായിയമ്മനെ നോക്കി പണ്ടൊക്കെ ഒരു സെക്കൻഡ് ഷോക്ക് പോക്കുന്ന പരിപാടി കണ്ട്, ഇപ്പൊ പിന്നെ അതൊക്കെ എല്ലാരും നിർത്തിയല്ലോ അല്ലെ. അങ്ങനത്തെ യാതൊന്നും ഇല്ല. എന്നാലും ഓരോന്ന് പുറത്തോ ബീച്ചിലോ ഷോപ്പിങ്ങിനോ ഒന്ന് പോയാൽ നിങ്ങൾ തുറച്ചു നോക്കേണ്ടതില്ല. കാരണം അവര് വരുമ്പോ നിങ്ങൾക്കും കൂടെ ഉള്ള ഫുഡും കൊണ്ടിട്ടായിരിക്കും വരിക അല്ലെ. പ്രത്യേകം ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ പറയുന്ന കേട്ടില്ലേ, ഇമ്മാ തോരിലന്ന അൻഹും റബ്ബിഹിം തർജൂഹാ ഫഖുൽ ലഹും ഖൗലൻ മൈസൂറ അല്ലെ. ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് ഫഖുൽ ലഹും ഖൗലൻ മൈസൂറ, നല്ല വാക്ക് സംസാരിക്കാൻ അല്ലെ, നല്ല രീതിയിൽ സംസാരിക്കാൻ. ഇപ്പൊ ഒന്ന് മരുമകളും മോനും ഒക്കെ എവിടെങ്കിലും ഒന്ന് പോയി ലേറ്റായി, എന്തേ മക്കളെ അല്ലാണ്ട് നേരം വൈകി എന്ന് ചോദിക്കാം. അത് ഉമ്മന്റെ അവകാശമാണ്, ചോദിക്കുന്നതുകൊണ്ട് വിരോധമില്ല. അതിന് കടന്നൽ കുത്തിയ മുഖമായി പോകുമ്പോഴാണ് ഈ വിഷയം വരുന്നത് അല്ലെ. മരുമകൾ എന്ന പോലെ തന്നെ ഒരു കൺസിഡറേഷൻ മകൾക്കും മകൾ എന്ന പോലെ കൺസിഡറേഷൻ മരുമകൾക്കും നൽകണം. എല്ലാരും പറയുന്ന എനിക്ക് മരുമോള് എന്നുള്ള ഒരു ഒരു എന്താ പറയാ, ഒരു വേർതിരിവില്ല. പക്ഷെ വേർതിരിവുണ്ടാവൂല, അത് സ്വകാര്യമായിട്ടാണ് ആ തിരിവ്, അത് പബ്ലിക്കിന്റെ ഇടയിൽ ഉണ്ടാവില്ല. ഈവൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി. അദ്ദേഹം ഒറ്റക്കാണ് ജീവിച്ചത്, ഒരു ഫക്കീറിനെ പോലെ ഇങ്ങനെ നടക്കല. 2 മരുമക്കൾ ഉണ്ടായിട്ട് അദ്ദേഹം ഒരാളെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല അല്ലെ. ഇതൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായ സംഭവമല്ല, ആരും അനുഭവിച്ചതല്ല. ഇതൊക്കെ നമ്മളായിട്ട് മെനഞ്ഞു കൂട്ടിണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ് അല്ലെ. നമ്മളെ ചൊൽപ്പടിക്ക് നിർത്തണം. ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ വിരുന്ന് പോയപ്പോ ആ വീട്ടിലെ മകനും മകളുടെ ഭാര്യയും കൂടെ പുറത്തു പോകാൻ വേണ്ടി ഡ്രസ്സ് ചെയ്ത് എണിമെന്ന് ഇങ്ങനെ മരുമകൾ ഇറങ്ങി വരിക. അപ്പൊ അമ്മായിമ്മന്റെ ഒരു നോട്ടം, എങ്ങോട്ടാ? അന്നേരം ഓല എങ്ങോട്ടാ? അപ്പം പോണ്ട, നാളെറ്റം പോവാ.
അതും കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസങ്ങളിൽ അല്ലേ, അപ്പൊ എത്ര വിഷമം ഉണ്ടാക്കുമെന്നറിയാം. ആ സമയത്തൊക്കെ കുറെ കഴിയുമ്പോ പിന്നെ നമ്മളെ മനസ്സൊക്കെ ഒന്ന് പാകപ്പെടും. പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മളെ കുട്ടികളല്ലേ, ഐറ്റിങ്ങൾ വളരണ്ട, അതിന്റെ ഉപ്പ ഇവിടെ അല്ലേ ഉള്ളത്, ഉപ്പന്റെ സ്നേഹം കിട്ടാണ്ടായി പോവൂലേ എന്നൊക്കെ വിചാരിച്ച് അങ്ങ് അവർ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ മധുവിധുവിൽ പോലും പല വീട്ടില് അവസ്ഥ ഇതാണ്. ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങളൊക്കെ റിഫ്ലക്ഷൻ എനിക്ക് വേണം കേട്ടോ, നിങ്ങൾ ആരും മുങ്ങിക്കളയരുതേ. അതെന്ന് വെച്ചിട്ട് അമ്മായിമ്മനെ നോക്കണ്ട, ചെയ്യണ്ട, അവര് ഹിദ്മത്ത് ചെയ്യണ്ട എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഭാവിയിൽ ഞാനും ഒരു അമ്മായിയമ്മയായി മാറേണ്ട വ്യക്തിയാണ്. അമ്മായിയമ്മനെ നോക്കണം, സ്നേഹിക്കണം, തിരിച്ചും എന്ത് ചെയ്യണം, മരുമകളെ അതുപോലെ സ്നേഹിച്ചു കൊടുക്കണം അല്ലേ. ഇടക്കിടക്ക് ചോദിക്കാം, മോനെ ഈ കുറെ ആയാലും ഒന്ന് പുറത്തു പോയിട്ട് നിങ്ങക്ക് കുട്ടികളെ കൊണ്ടൊന്ന് പുറത്തു പോയിക്കൂടെ, എന്തെങ്കിലും ഫുഡ് കഴിച്ചൂടെ. അപ്പൊ അവൻ വിളിക്കുമ്പോ അമ്മയും പോരി നമുക്ക് ആ ഷോപ്പിൽ പോയിട്ട് ബർഗർ തിന്നാ അല്ലെങ്കിൽ പിന്നെ ഷവർമ്മ എന്നാന്ന് പറഞ്ഞിട്ട് ഉമ്മ മോനെയും വിളിക്കും. അപ്പൊ അവിടെ ഒരു സ്നേഹത്തിന്റെ ഒരു മാധുര്യങ്ങൾ നോക്കണം അല്ലേ. ഇതുപോലുള്ള ഒരു ഫാമിലി ആയി മാറും നമ്മൾ അല്ലേ. അല്ലെങ്കിൽ ചോദിക്കുക വെക്കേഷൻ അല്ല മോനെ ഈ ഒന്ന് ടൂറിന് പോയിക്കോ, അല്ലെങ്കിൽ കുറച്ചു ദിവസം ഒന്ന് അവിടെ പോയി നിന്നോ എന്നൊക്കെ പറയല്ലേ. ഓനൊന്ന് ഭാര്യ വീട്ടിൽ പോണ്ടേ, ഈ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഓന് മാത്രം അഡിക്ഷൻ ആയി പോവൂലേ. മറ്റേ ഏട്ടനും അനിയനും പെങ്ങന്മാരും ഒക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കും. ഈ ഉമ്മ ഉള്ള കാരണം കൊണ്ട് ഇവൻ എങ്ങോട്ടും പോയിക്കൂടാ. അപ്പൊ ഉമ്മ പറയണോ, നീ പോയിക്ക മോനെ, ക്രിസ്മസിന് 10 ദിവസത്തെ വെക്കേഷൻ ഉണ്ട്, ഞാൻ ഒന്നുക്കെത്താത്തന്റെ കൂടെ പോയി നിൽക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആരെങ്കിലും വിളിച്ചു നിർത്താം എന്ന് ഉമ്മ അങ്ങോട്ട് പറയേണ്ടതാണ് അല്ലേ. നമ്മളെ മലപ്പുറം ഭാഗത്തുള്ള ആണുങ്ങളെന്നാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യൂല. കാരണം അവർക്ക് എന്തോ വലിയ മലാണ് അല്ല. ഉമ്മനെ നോക്കണ്ട, ഉമ്മക്ക് മരുന്ന് വാങ്ങണ്ട, ഉമ്മനെ ചികിത്സിക്കേണ്ട, ഉമ്മനെ സ്നേഹിക്കേണ്ട എന്നൊന്നും ഇതിൽ അർത്ഥമില്ല. ഒരു തോണിട്ട ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കണ്ടേ. അതല്ലേ കടവ് തോണി എന്ന് പറയുന്നത് അല്ലെ, പാലം എന്ന് പറയുന്നത് അല്ലെ. ഇത് സ്നേഹവും അബദ്ധത്തും ഒക്കെ ഒരു ഭാഗത്തേക്ക് മതിയോ, പോരാ. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മളെ മക്കൾ വളർന്നു വലുതായത്. അവർക്ക് ഒത്തിരി കഷ്ടപ്പാടിന്റെ കഥകൾ അവരുടെ ഉമ്മന്റെ മടിയിൽ തല വെച്ച് പേനെടുക്കുമ്പോ അവര് കേട്ടിട്ടുണ്ടാകും അല്ലെ. അമ്മായി ചെയ്തതും വല്യപ്പ ചെയ്തതും ഉമ്മ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ മക്കള് ഈ ഭർത്താക്കന്മാര് വീട്ടുകാര് എന്ന് പറയുമ്പോ അവർക്ക് കാഞ്ഞീരക്കുരു ആയി മാറിയതിന്റെ കാരണം മറ്റൊന്നുമല്ല. ഈ വിഷമങ്ങളൊക്കെ ഉമ്മ കുട്ടികളോട് പറയും. അപ്പൊ ഇനി ഇതുപോലെ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സഹിക്കുന്നത്, എനിക്ക് നല്ലൊരു പ്രൊഫഷൻ 1-2 ലക്ഷം റുപ്യ ശമ്പളമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് 2-3 കുട്ടികളെയും കുട്ടി സ്വന്തമായിട്ട് താമസിച്ചൂടെ, ഇതിനേക്കാൾ ബെറ്റർ അതല്ലേ എന്ന് അവർ ചിന്തിക്കുന്നതിന്റെ പിന്നിലെ ലോജിക് ഇതാണ് അല്ലേ. അല്ല അവളുടെ വീട്ടുകാരുമായിട്ട് നല്ല സ്വൽഹത്തിലാക്കാം. നിങ്ങൾ ലോകത്തിലെ എല്ലാവരുമായിട്ടും നല്ലോണം നിൽക്കും. മോന്റെ വീട്ടുകാരെ കാണുമ്പോ നിങ്ങളെ മോകം അങ്ങനെ കറുത്തു പോവും. അങ്ങോട്ട് നിങ്ങളെ കോള് പോവില്ല, അവിടുന്ന് ഇങ്ങോട്ട് കോള് വേണം, ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളെ കോള് പോവില്ല. ഓളമ്മ വന്നാൽ ഓളമ്മനോട് മിണ്ടാൻ മടി, ഇപ്പൊ വന്നാ ചിരിക്കാൻ മടി. അങ്ങനെയല്ല, അവരിങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതുപോലെ കൊടുക്കാൻ അതും മാതാപിതാക്കളാണ്. അവരും അത് അവകാശപ്പെട്ടവരാണ്. അവർക്കും നിങ്ങൾ കൊടുക്ക് ഇല്ലേ. തഹാദൂ എന്നാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ സ്നേഹിക്കുവിൻ, സമ്മാനങ്ങൾ അതിയ കൊടുക്കുവിൻ അല്ലെ. അതിയ കൊടുക്കല് മകന്റെ വീട്ടുകാർക്ക് മാത്രം അതിയ കൊടുക്കരുതെന്ന് ഞാൻ ഒരു ഹദീസിലും ഒരു ഖുർആനിലും കണ്ടിട്ടില്ല. കൊടുക്കരുതേന്ന് അല്ലെ, എവിടെങ്കിലും ഉണ്ടോ അല്ലെ. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നെ നോക്കുന്ന മരുമകളാണ്. മകളുടെ ഉമ്മയെ അല്ലെങ്കിൽ മരുമകളെ സ്നേഹിക്കാൻ അവളെ ഉമ്മനോട് നല്ല രീതിയിൽ നിൽക്കണം അല്ലെ. എന്നെ സ്നേഹിക്കുന്നത് പോലെ, എന്നെ നോക്കുന്നത് പോലെ അവളെ ഉമ്മനെ നിങ്ങൾ സ്നേഹിക്കണം. മാത്രമല്ല ഹയാത്തിൽ തന്നെ വല്ല സ്വത്തും വാഗ്ദാനം ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ 1,00,000 രൂപ എന്നെങ്കിലും നിങ്ങൾ കൊടുക്കണം. അപ്പൊ നിങ്ങൾ തുറിച്ചു നോക്കുന്ന ഇതെന്താ വകുപ്പ്, മരുമക്കൾക്ക് സ്വത്തോ. ഞാനൊന്ന് ചോദിക്കട്ടെ അമ്മായിയമ്മമാരെ, നിങ്ങൾ വല്ല കാരണവശാലും കിടപ്പിലായി പോയി അല്ലെങ്കിൽ അസുഖമാണ്, നിങ്ങൾക്ക് കഞ്ഞി വെച്ചൂടാ, ചോറ് വെച്ചൂടാ, വെറും ടോയ്ലറ്റിൽ മാത്രമേ പോയി വന്നൂടൂ, ഒന്നും തിന്നൂടാ, പല യൂറിക് ആസിഡും ഷുഗറും പ്രഷറും അതും ഇതൊക്കെ ഉണ്ട്. നിങ്ങളെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വെച്ചാൽ 25,000 റുപ്യ മന്ത്ലി എണ്ണിക്കൊടുക്കണം. എന്നാൽ തന്നെ അവള് ചോറും കറിയൊന്നും ഉണ്ടാക്കൂല അല്ലെ. അങ്ങനെ 5 കൊല്ലം നിങ്ങളെ മരോള് നിങ്ങളെ നോക്കിയ, 5-10 കൊല്ലം നോക്കിയ എത്ര പൈസ ഓളെപ്പോലെ ഒരാളെ നിർത്തി ഞങ്ങൾ കൊടുക്കണം. ഐ കറക്റ്റ്? ഞാൻ പറയുന്നത് ശരിയല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാ അല്ലെ, നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? നമ്മൾ ഒരാളെ പുറത്തുനിന്ന് ആളെ വിളിച്ച എത്ര കൊടുക്കണം എന്നാണ് നിങ്ങളോട് പറയാൻ അല്ലേ.
ഇതൊന്നും 5 പൈസയും കൊടുക്കുകയില്ല. എന്നിട്ടോ ഓൾക്ക് കിട്ടുന്നത് വട്ടപൂജ്യാണെങ്കിലും സഹിക്കുക. വട്ടപൂജ്യം അല്ല, പിന്നെ എന്താ കുറ്റം പറച്ചിലുകൾ ഇല്ലേ. അടുത്ത വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും കേറി വന്നാൽ ഇവിടെ ഒരുത്തിണ്ട്, ഉള്ളതും കണക്ക് അല്ലാത്തതും കണക്ക്, എന്തോ ഒരു ചോറും കൂട്ടാനൊക്കെ വെക്കൽ ഇല്ലേ എന്നും പറഞ്ഞ് കുറ്റം പറയൂ. ഒരിക്കലും നോ നെവർ ടോക്ക് അബൌട്ട് സച്ച് എ ടോക്കിംഗ് അല്ലെ. നിങ്ങൾ എന്താക്കണം, ഓള് 3-5 ദിവസം ചോറ് വെക്കുമ്പോ 2 ദിവസം നിങ്ങൾ പോയി ചോറ് വെച്ചു കൊടുക്കണം. കാരണം ട്രഡീഷണൽ ചോറും കൂട്ടാനൊക്കെ തിന്നാൻ മോന് ഇഷ്ടാ. ഓന് പറയായിട്ടാണ് ഉമ്മ വെക്കുന്ന കറിന്റെ ടേസ്റ്റ്. അവള് എന്റെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം അങ്ങനെ പറയാം, എന്റെ ഉമ്മ വെച്ചാ അങ്ങനെ, എന്റെ വല്യമ്മ വെച്ചാൽ ഇങ്ങനെ, എന്റെ വല്യമ്മ കറി ഉണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റാ. അപ്പൊ അതിന് ഓരോരുത്തരും വെക്കുന്ന കറിക്ക് സംഭവം മുളകും പുളിയും തേങ്ങയും മീനും ആണെങ്കിൽ പോലും കറിക്ക് ഓരോരുത്തരുടെ കയ്യിന്റെ ഒരു ടേസ്റ്റ് വരാനുണ്ട്. ആഴ്ചയിൽ 2 ദിവസങ്ങൾ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്ക്. എന്നിട്ട് മരുവളോട് പറയും, എനിക്ക് അവിടെ പോവാണ്ടേ, പൊയ്ക്കോ മോളെ, അല്ലെ പണി എന്തെങ്കിലും എടുത്തോ, ഞാൻ ആയിക്കോളാം അടുക്കളയിലിന്ന്, നിങ്ങൾക്ക് എന്താ ചോറ് വെച്ചാൽ എന്താ കറി ഉണ്ടാക്കി എല്ലാം ഓൾ അങ്ങോട്ട് ഏൽപ്പിക്കും. എന്നിട്ട് ഫോണ് വരുമ്പോ പറയും, എന്താ ഇവിടുത്തെ എന്തോ ഒരു സാധനം, മീനൊക്കെ പൊരിച്ചു കൊണ്ടൊരു ചുള്ളി പോലെ ഉണ്ടാവും എന്നൊക്കെ പറയാം. അങ്ങനെ എല്ലാം നിങ്ങൾ പറയണ്ടേ. അടുത്ത വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും കയറി വന്ന അഞ്ച മരുമോൾ അതെല്ലാം ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ആട്ടോ എല്ലാം പറഞ്ഞാൽ അതുപോലൊക്കെ ചെയ്യൂട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും കുട്ടികളെടുക്കും, നിങ്ങൾക്ക് കുട്ടികൾക്ക് ചോറ് വാരി കൊടുക്കാം, അവർക്ക് മുടി വാരി കൊടുക്കാം, ഓലെ ഇടങ്ങാറാക്കുമ്പോ പാമ്പേഴ്സ് ഇട്ട് കട്ടുമ്മൽ അവിടെ വെച്ച് തന്ന മോളെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾക്ക് ദിക്റും എടുക്കാം, ഓനെയും നോക്കാം. അതൊക്കെ ഒരു ഉപകാരല്ലേ. അതൊക്കെ ഒന്ന് ചെയ്തൂടെ. ഇതൊന്നും ചെയ്യൂല. ആ മരുമകൾ ഇങ്ങോട്ട് കേറിപ്പോയാ പിന്നെ നിങ്ങള് ബോസായി പോയി അല്ലെ, പിന്നെ നിങ്ങള് ബോസായി. അങ്ങനെ അപ്പൊ നിങ്ങളെ മരുമകൾക്ക് നിങ്ങൾ മരിച്ച കാലശേഷം ഞാൻ പറഞ്ഞു കൊണ്ടെന്ന് അതല്ലേനോ അല്ലെ, നിങ്ങൾ പുറത്തുനിന്ന് ഒരു ഹോം നേഴ്സിനെ വെച്ച് എത്ര ശമ്പളം കൊടുക്കണം, എത്ര പൈസ കൊടുക്കണം, ആ സ്ഥിതിക്ക് ഓളെ പേരിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതി വെച്ച് മരിച്ചാൽ തന്നെ എന്താ. അങ്ങനൊക്കെ ആവണം. നല്ല സ്നേഹമുള്ള മരുമകളെക്കാൾ സ്നേഹിക്കണം. കൂടെ എല്ലാ മരുമക്കളെന്ന് ഞാൻ പറയുന്നില്ല, കൂടെ നിൽക്കുന്ന മരുമകളെ അല്ലെ, അവളാണ് നമുക്ക് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നമ്മളെ സഹിക്കുന്ന. വയസ്സാവുമ്പോ ഒരുപാട് സ്വഭാവത്തിലൊക്കെ പല മാറ്റങ്ങളും ഉണ്ടാവും അല്ലേ. അതൊക്കെ കണ്ടും സഹിച്ചും കേട്ടും നിന്ന് പോരണമെങ്കിൽ നല്ല ക്ഷമയും വേണം അല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് ഫാൾട്ടുകൾ നിങ്ങളെ ഭാഗത്ത് ഉണ്ടായിട്ട് എനിക്ക് 3-4 കൊല്ലായി ഇങ്ങനെ ഇതിനൊരു വീഡിയോ ഇടണോ എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും മനസ്സിൽ വിഷമറ്റം തോന്നിയെങ്കിലും ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് ഒരുപാട് സ്ഥലത്ത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ ഇവിടെ ഒരു കൗൺസിലിങ്ങിന് വന്നിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അല്ലാണ്ട് നിങ്ങൾ മോശമായി എന്ന് ഞാൻ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ പറയണം. എന്താണ് ഇപ്പൊ കുറച്ചു നേരത്തെ ഒരു ഉമ്മ പറഞ്ഞു, നമ്മളൊന്നും അങ്ങനെയല്ല, ഭയങ്കര നല്ലതാണ്, അങ്ങനെയുള്ളവരും ഉണ്ടായിരിക്കാം അല്ലെ മേ ബി. പക്ഷെ പിന്നെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അവരെന്നെ സ്വയം മാറണം അല്ലെ. നിങ്ങൾ മാറാണ്ട് ഒരിക്കലും നമ്മുടെ സമൂഹം മാറില്ല, മക്കള് മാറില്ല, ഒരേലൊരു സമാധാനം ഉണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല, എന്നെന്നും പ്രശ്നങ്ങളായിരിക്കും. പിന്നെ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി നന്നാവാൻ വിചാരിച്ചാൽ കൗൺസിലേഴ്സ് ഒക്കെ പണി മുടക്കും. കാരണം നമ്മളെ ഇന്നലെ ഞാൻ നെറ്റോ നമ്മൾ ഇതുപോലെ ഒരു ഫാമിലി മീറ്റപ്പിൽ പങ്കെടുത്തപ്പോ ഒരു മകള് പറയുകയുണ്ടായി, പുറത്താരുമല്ല നമ്മളെ അസീന ടീച്ചറെ നാത്തൂന്റെ മരുമകള് പറയാണ്, എനിക്ക് എന്റെ അമ്മനെക്കാൾ ഇഷ്ടം അമ്മായിയമ്മനാണ്. അവര് ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഉമ്മനോടാ പോയി പറയാ. ആ ഉമ്മനോട് പറഞ്ഞ ഒരു സൊല്യൂഷനും കിട്ടും. മോന്റെയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ഉമ്മ തിരുത്തുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, ഞാൻ കേട്ടപ്പോ അന്തം പൊട്ടിപ്പോയി. ഇങ്ങനത്തെ ഒരു അമ്മായിയമ്മനെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് പറഞ്ഞില്ലേ. അങ്ങനെയും ഉണ്ട് ഒരുപാട് ആളുകൾ. അപ്പൊ നമ്മളിൽ പല മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ, അതായത് ഒരു വിരൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് ചൂണ്ടുമ്പോൾ 4 വിരലുകൾ നമ്മുടെ നെഞ്ചിന് നേരെയാണ് ചൂണ്ടുന്നത് അല്ലെ. അപ്പൊ നമ്മളത് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ്. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ഇതിന്റെ ആസാറാത്തുകൾ, ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട്